എൻ്റെ പേര് നവമി മനോജ്. എൻ്റെ ആദ്യത്തെ മൂവിയാണ്. ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെയാണ് ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസർ പരിചയം എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഈ മൂവിയിലേക്ക് വരുന്നത്. 2018 ശേഷമാണ് ഞാൻ ഡബിങ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അതിന് മുമ്പ് ഞാനൊരു 20 വർഷം കുവൈറ്റിലായിരുന്നു. അപ്പോൾ ഞാനും കുട്ടികളോട് കൂടി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് ഡബിങ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നതും അത് ചെയ്യാൻ തുടങ്ങുന്നതും. അത് പയ്യെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കോവിഡായി. പിന്നെ കോവിഡ് കഴിഞ്ഞിട്ടാണ് ഡബിങ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഡബിങ് മേഖലയിൽ ഞാൻ വളരെ ന്യൂ ആയിട്ടുള്ള ഒരാളാണ്. എക്സ്പീരിയൻസുകൾ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ശ്വേതാ മാമിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ജോളി ചെറിയ തേച്ചിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ചാർമിളയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ സുനിൽ പണിക്കരെ പരിചയം. സുനിൽ പണിക്കരം ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. പുള്ളി ഫെഫ്ക യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് പുള്ളിയെ പരിചയം. ഒരു ദിവസം ഒരു ഉച്ചയ്ക്കാണ് എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു മൂവി ചെയ്യുന്നുണ്ട്, വരാമെന്ന് പറഞ്ഞ ആള് ലീവ് കിട്ടിയില്ല, വർക്ക് ചെയ്യുന്ന ആളാണ്, നാളെയാണ് ഷൂട്ട്, ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്. എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതിന് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ പോയി അത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആയിരുന്നെങ്കിലും പിന്നീട് വന്ന ലൊക്കേഷൻ എല്ലാം ട്രിവാൻഡ്രം, കൊല്ലമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡബിങ്ങിലൂടെയാണ്, ഡബിങ് വഴിയുള്ള പരിചയം വഴിയാണ് ആക്ടിങ്ങിലേക്ക് എത്തിപ്പെട്ടത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എന്റെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ എനിക്ക് നടന്നു പോകാനുള്ള 1 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ ഒരു വീട്ടിൽ വെച്ചാണ് ഷൂട്ടിംഗ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞു, ഞാൻ പക്ഷെ വീട്ടിലിട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് നടന്നാണ് അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവര് പറഞ്ഞു മേക്കപ്പ് ഇടണം, ഡ്രസ്സ് മാറാനൊക്കെ പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞു മേക്കപ്പ് ഇട്ടോളൂ, പക്ഷെ കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം തന്നെ മതി, കാരണം വീട്ടിൽ നിൽക്കുന്ന സീനാണ് നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഇതെടുത്തപ്പോഴാണെങ്കിലും എനിക്ക് ഇതിനെപ്പറ്റി വലിയ നോളജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, അറിയില്ലാത്തത് കൊണ്ട്, സത്യം പറഞ്ഞാൽ നമുക്ക് അറിവില്ലായ്മ എന്നെ സംബന്ധിച്ച് ഇതൊരു നല്ല കാര്യമായിരുന്നു. കാരണം അങ്ങോട്ട് നോക്കി പറ, ഇങ്ങനെ പറ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഇന്ന ഫീലോട് കൂടി, നമ്മൾ ഈ ഡബിങ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഫീലിങ്സ് പിടിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് സാധിക്കുമായിരുന്നു. അപ്പൊ ഇന്ന ഫീലോട് കൂടി ഇന്ന കാര്യം പറ എന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്ന് നിൽക്കണം, ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറയണം, ഇന്ന സ്ഥലത്തേക്ക് നോക്കി പറയണം എന്ന് പറയുമ്പോൾ അതുപോലെ ചെയ്തു എന്നതിലപ്പുറം എനിക്ക് ക്യാമറ എവിടെയാ വെച്ചിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ബാക്കി സംഭവങ്ങൾ എന്നുള്ളതിനെ പറ്റിയും ഒന്നും എനിക്ക് അറിയില്ല. അത് എനിക്ക് വളരെ ഒരു പേടിയില്ലാതെ തന്നെ എനിക്ക് വന്ന് ചെയ്യാൻ പറ്റി. എനിക്ക് പക്ഷെ സിനുവിനെ ഒന്നും അത്ര, ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനുവിനെ എനിക്ക് അന്ന് വരുമ്പോഴാണ് അറിയുന്നത് തന്നെ. പുള്ളി ഇത്രയും വലിയ DOP ആണെന്നൊക്കെ അറിയുന്നത് തന്നെ ഞാൻ ആദ്യത്തെ സീനൊക്കെ അഭിനയിച്ചതിന് ശേഷം പിന്നീടാണ് അറിയുന്നത്. DOP ആണെന്ന് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നൊക്കെ ഞാൻ പിന്നീട് രണ്ടാമത്തെ ഷെഡ്യൂൾ, അതോടുകൂടി അന്നത്തെ ഷെഡ്യൂൾ കഴിയുമായിരുന്നു. പിന്നത്തെ ഷെഡ്യൂളിൽ ചെല്ലുമ്പോഴാണ് ഇവരൊക്കെ ഇത്രയൊക്കെ വലിയ വലിയ ആൾക്കാരാന്ന് നമ്മൾ അറിയുന്നത് തന്നെ. എനിക്ക് പക്ഷെ പിന്നീട് ചെന്നപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു. എല്ലാ ലൊക്കേഷനും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, വളരെ കമ്പനി ആയിരുന്നു. ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു എല്ലാവരും ആയിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ, എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാന്നൊരു തോന്നലോ അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടായില്ല. വളരെ ഹാപ്പി ആയിട്ട് പോയി, ഹാപ്പി ആയിട്ട് ചെയ്തിട്ട് പോന്നു. അടുത്തപ്പോ ദിലീപേട്ടന്റെ ഒരു മൂവിയിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും ആയിട്ടില്ല. ഓഡിയൻസിനോട് പറയാനുള്ള, സിനിമ കാണണം, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. നമ്മളുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തില് ഈ ജീവനെ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. എൻ്റെ വളരെ ഗ്രാമീണ സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീടിന്റെ അടുത്ത് പലരെയും കണ്ടിട്ടുണ്ട്. ഇതേപോലെയുള്ള ജീവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മുടെ ചുറ്റുമുള്ള ആള് തന്നെയാണ് ഈ ജീവൻ. അപ്പം എല്ലാരും കാണുക എന്ന് മാത്രം. ഭയങ്കര ഭീകര സിനിമയാണ് അങ്ങനെയൊന്നും പറയുന്നില്ല. ഇതിന്റെ ഡയറക്ടറുടെ ജീവിതാനുഭവങ്ങളാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ്.
പിന്നെ നമ്മളെല്ലാവരും പുതിയ ആൾക്കാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ വഴിത്തിരിവാണ് ഈ മൂവി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.